Why did the world's biggest science lab keep Shiva? നമസ്കാരം. ആത്മീയതയുടെയും ശാസ്ത്രത്തിന്റെയും അഗാധമായ തലങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ വെറുമൊരു വിഷയമല്ല സംസാരിക്കുന്നത്. കേവലം ചില ആചാരങ്ങൾക്കപ്പുറം സനാതനധർമ്മം എന്ന മഹത്തായ ജീവിത രീതിയുടെ ഉള്ളറകളിലേക്കാണ് ഈ ആത്മീയ അന്വേഷണത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുന്നത്. ആധുനിക ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ശാന്തിയും അർത്ഥവും അന്വേഷിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു പുതിയ വെളിച്ചം നൽകുമെന്ന് എനിക്കുറപ്പുണ്ട്. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്ന, ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒരു യാത്രയാണിത്. വരൂ, നമുക്ക് തുടങ്ങാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ലോകത്ത് മതങ്ങൾക്ക് പേര് നൽകുന്നതിന് മുൻപ് ഇവിടെ എന്താണ് ഉണ്ടായിരുന്നത്? വളരെ ആഴത്തിലുള്ളൊരു ചോദ്യമാണത്. സനാതനധർമ്മത്തിന് ഒരു സ്ഥാപകനില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അതൊരു പ്രത്യേക ദിവസം തുടങ്ങിയതുമല്ല. ഇതൊരു മനുഷ്യനുണ്ടാക്കിയ മതമെന്നതിലുപരി പ്രപഞ്ചത്തിന്റെ അനന്തമായ ഒരു കണ്ടെത്തലാണ്. ഗുരുത്വാകർഷണം നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നതുപോലെ സനാതനധർമ്മത്തിലെ ഈ പ്രപഞ്ച സത്യങ്ങളും മനുഷ്യൻ അവയ്ക്ക് പേരിടുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിലനിന്നിരുന്നു. ശരിക്കും എന്താണ് ഈ സനാതനധർമ്മം? ഇതിൻ്റെ അർത്ഥം തന്നെ ശാശ്വതമായ കടമ അല്ലെങ്കിൽ ശരിയായ ജീവിത രീതി എന്നാണ്. അല്ലാതെ നമ്മെ അടിച്ചമർത്തുന്ന കർശനമായ ചില കൽപ്പനകളല്ല. നമുക്കിതിനെ കാലാതീതമായ ഒരു പ്രപഞ്ചതാളം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ മനുഷ്യർക്ക് പ്രകൃതിയോടിണങ്ങി ജീവിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്ത് വിശ്വസിക്കണം എന്ന് നമ്മളോട് പറയുന്നതിലുപരി എങ്ങനെ വിവേകത്തോടെ ജീവിക്കണമെന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പ്രപഞ്ചത്തിന്റെ പ്രായമായി കണക്കാക്കുന്നത് 4.32 ബില്യൺ വർഷങ്ങളാണെങ്കിൽ ഇന്നത്തെ ആധുനിക ശാസ്ത്രം അത് കണക്കാക്കുന്നത് 4.5 ബില്യൺ വർഷങ്ങളാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് യാതൊരു ആധുനിക ടെലിസ്കോപ്പുകളോ സാങ്കേതിക വിദ്യകളോ ഇല്ലാതെ നമ്മുടെ മുൻഗാമികൾ കണ്ടെത്തിയ ഈ ശാസ്ത്രീയ സാമ്യം നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ്. പ്രകൃതിയെ നിശബ്ദമായി നിരീക്ഷിച്ചാണ് അവർ ഈ വലിയ അറിവുകൾ നേടിയെടുത്തത്. നമ്മൾ ഇതിൽ എത്രത്തോളം അഭിമാനിക്കണം എന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിന് മറ്റൊരു മികച്ച ഉദാഹരണമാണ് ആറ്റോമിക് തിയറി. 1808 ജോൺ ഡാൾട്ടൺ ആറ്റം സിദ്ധാന്തം അവതരിപ്പിച്ച കാര്യം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അതിനും 2400 വർഷങ്ങൾക്ക് മുൻപ്, അതായത് BC 600 മഹർഷി കണാദൻ വിഭജിക്കാൻ കഴിയാത്ത ഏറ്റവും ചെറിയ കണിരയായ പരമാണുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭാരതത്തിന്റെ ഈ ബൗദ്ധിക പൈതൃകം എത്രത്തോളം വലുതാണെന്ന് ഈ താരതമ്യത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ആധുനിക ശാസ്ത്രവും ഈ പുരാതന ജ്ഞാനവും തമ്മിലുള്ള അത്ഭുതകരമായ ബന്ധം ശാസ്ത്രലോകം തന്നെ എങ്ങനെയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് എന്നറിയാമോ? ലോകപ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ കാൾ സേഗന്റെ വാക്കുകൾ നോക്കൂ. ആധുനിക ശാസ്ത്രീയ പ്രപഞ്ചശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്ന സമയ സ്കെയിലുകളുള്ള ഒരേ ഒരു മതം ഹിന്ദു മതമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ പുരാതന ഋഷിമാർ ഈ പ്രപഞ്ചവുമായി എത്രത്തോളം ആഴത്തിൽ സംവദിച്ചിരുന്നുവെന്ന് ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആധുനിക ശാസ്ത്രത്തിന് നമ്മുടെ ഉപനിഷത്തുകൾ എത്രത്തോളം പ്രചോദനമായി എന്നത് അതിശയിപ്പിക്കുന്നതാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ നോബൽ സമ്മാനം നേടിയ ഭൗതികശാസ്ത്രജ്ഞൻ എർവിൻ ഷ്രോഡിംഗർ തൻ്റെ ഗവേഷണങ്ങൾക്ക് ഏറ്റവും വലിയ പ്രചോദനമായി കണ്ടത് ഉപനിഷത്തുകളെയാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ബോധവും ഒന്നാണെന്ന ദർശനം ആധുനിക ഭൗതികശാസ്ത്രത്തിന് വലിയൊരു വഴികാട്ടിയായി. ഈ പ്രപഞ്ചത്തിൽ നമ്മളാരും ഒറ്റയ്ക്കല്ല, സകല ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായ കാതൽ. അതുപോലെ തന്നെ ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ വേർണർ ഹൈസൻബർഗിന്റെ ഈ നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. പാശ്ചാത്യ ശാസ്ത്രജ്ഞർക്ക് പലപ്പോഴും പിടിതരാതിരുന്ന പല സങ്കീർണമായ ശാസ്ത്രസത്യങ്ങൾക്കും അവർക്ക് വ്യക്തത ലഭിച്ചത് പൗരസ്ത്യ ദാർശനിക ചിന്തകളിൽ നിന്നാണ്. സത്യവും അറിവും അന്വേഷിക്കുന്ന ഇന്നത്തെ തലമുറ ഈ വാക്കുകൾ വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഈ പുരാതന ജ്ഞാനം വെറും വിശ്വാസങ്ങളല്ല, അതൊരു അഗാധമായ ശാസ്ത്രം കൂടിയാണ്. പ്രപഞ്ചത്തിന്റെ ഈ മഹാവിസ്മയങ്ങളിൽ നിന്ന് ഇനി നമുക്ക് മനുഷ്യജീവിതത്തിന്റെ വാസ്തുവിദ്യയായ പുരുഷാർത്ഥങ്ങളിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും പൂർണ്ണതയോടെ ജീവിക്കേണ്ടത്? ലൗകിക ആഗ്രഹങ്ങളെയും ആത്മീയ വളർച്ചയെയും സന്തുലിതമായി കൊണ്ടുപോകാൻ സഹായിക്കുന്ന 4 തൂണുകളുണ്ട്. അതാണ് പുരുഷാർത്ഥങ്ങൾ. ഇതിലാദ്യത്തേത് ധർമ്മമാണ്. സമൂഹത്തെയും പ്രകൃതിയെയും നമ്മുടെ സ്വന്തം ആത്മാവിനെയും നിലനിർത്തുന്ന അടിസ്ഥാന ശിലയാണിത്. ശരിയായ ലക്ഷ്യത്തോടെയും ധാർമ്മികതയോടെയും നീതിപൂർവം ജീവിക്കാൻ ധർമ്മം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അത് തന്നെയാണ് ബാക്കി എല്ലാ നേട്ടങ്ങൾക്കും അടിസ്ഥാനം. പണം സമ്പാദിക്കുന്നത് തെറ്റാണോ? അല്ല. അതാണ് രണ്ടാമത്തെ പുരുഷാർത്ഥമായ അർത്ഥം നമ്മളോട് പറയുന്നത്. സാമ്പത്തികമായ ഭദ്രതയും ജീവിത വിജയവും നേടുക എന്ന് തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്ത് എപ്പോഴും ധർമ്മത്തിന്റെ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം. അഴിമതിയില്ലാതെ, മറ്റുള്ളവരെ ദ്രോഹിക്കാതെ,
വളരെ ന്യായമായ രീതിയിൽ ഭൗതിക നേട്ടങ്ങൾ കൈവരിക്കാനാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തത് കാമമാണ്, അഥവാ നമ്മുടെ ആഗ്രഹങ്ങൾ. വളരെ മനോഹരമായ ഒരു ആശയമാണിത്. സനാതനധർമ്മം ഒരിക്കലും നമ്മളോട് ദുരിതം അനുഭവിച്ച് ജീവിക്കാൻ പറയുന്നില്ല. യാതൊരു കുറ്റബോധവുമില്ലാതെ ജീവിതത്തിലെ സ്നേഹവും ബന്ധങ്ങളും സന്തോഷങ്ങളും ആസ്വദിക്കാൻ അത് നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആഗ്രഹങ്ങൾ നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകും, എന്നാൽ ആ ആഗ്രഹങ്ങൾ ധർമ്മത്തിന് വിരുദ്ധമാകാൻ പാടില്ല എന്ന് മാത്രം. അവസാനമായി മോക്ഷം. ധർമ്മത്തിൽ അധിഷ്ഠിതമായി സമ്പത്ത് നേടി ആഗ്രഹങ്ങൾ സഫലമാക്കി ഒരു പൂർണ്ണമായ ജീവിതം നയിച്ചതിന് ശേഷം ലഭിക്കുന്ന ആത്യന്തികമായ ആത്മീയ സ്വാതന്ത്ര്യമാണിത്. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനവും നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന പരമമായ ശാന്തിയുമെല്ലാമാണ് മോക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പുരുഷാർത്ഥങ്ങൾ നേടാൻ മനുഷ്യ ജീവിതത്തെ വളരെ ശാസ്ത്രീയമായി 4 ആശ്രമങ്ങളായി നമ്മുടെ പൂർവികർ തിരിച്ചിരിക്കുന്നു. വിദ്യാർത്ഥിയായി അറിവ് നേടുന്ന ബ്രഹ്മചര്യം, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഗാർഹസ്ഥ്യം, ജീവിത തിരക്കുകളിൽ നിന്ന് പതിയെ പ്രകൃതിയിലേക്ക് മാറി നിൽക്കുന്ന വാനപ്രസ്ഥം, ഒടുവിൽ പൂർണ്ണമായ ആന്തരിക ത്യാഗത്തിന്റെ സന്യാസം. മനുഷ്യ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തെയും എത്ര മനോഹരമായിട്ടാണ് ഇതിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികളെക്കുറിച്ച് ഈ പുരാതന ചിന്തകൾക്ക് എന്താണ് പറയാനുള്ളത്? മരങ്ങളെയും നദികളെയും നമ്മൾ ആരാധിക്കുന്നത് വെറും അന്ധവിശ്വാസമാണെന്ന് പലരും കരുതാറുണ്ട്. പക്ഷെ സത്യം അതല്ല. അത് ഭക്തിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആഴത്തിലുള്ള ഒരു പാരിസ്ഥിതിക ശാസ്ത്രമായിരുന്നു. പ്രകൃതിയോടുള്ള ഈ അഹിംസയും ബഹുമാനവുമാണ് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആധാരമെന്ന് ആ ഋഷിമാർക്ക് നന്നായി അറിയാമായിരുന്നു. ഹൈന്ദവ ചിന്തകളുടെ ഏറ്റവും വലിയ സവിശേഷത അതിലെ പരമോന്നതമായ ഉൾക്കൊള്ളലാണ്. സനാതനധർമ്മത്തിൽ ഈശ്വരനിൽ വിശ്വസിക്കാത്ത നിരീശ്വരവാദികൾക്കും ഔദ്യോഗികമായി സ്ഥാനമുണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നുന്നില്ലേ? അതെ, അതാണ് ചാർവാക സിദ്ധാന്തം. ഇതൊരിക്കലും അന്ധമായി പിന്തുടരേണ്ട ഒരു മതശാസനയല്ല, മറിച്ച് സത്യം കണ്ടെത്താനുള്ള ഒരു അനന്തമായ അന്വേഷണമാണെന്ന് ഇത് അടിവരയിട്ട് തെളിയിക്കുന്നു. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, തർക്കിക്കാം, ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഇവിടെ യാതൊരു വിലക്കുകളുമില്ല. ഇനി യോഗയുടെയും പതഞ്ജലി മഹർഷിയുടെ ധ്യാനരീതികളുടെയും കാര്യമെടുത്താലോ? ഇന്ന് പലരും കരുതുന്നത് യോഗ വെറുമൊരു ശാരീരിക വ്യായാമം മാത്രമാണെന്നാണ്. എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കാനും നമ്മുടെ ഉള്ളിലെ ആത്മാവും ഈ അനന്തമായ പ്രപഞ്ചവും ഒന്നാണെന്ന് തിരിച്ചറിയാനുമുള്ള അഗാധമായ ഒരു മനഃശാസ്ത്ര ശാസ്ത്രമാണത്. നമ്മളും പ്രപഞ്ചവും ഒരുമിക്കുന്ന വലിയൊരു സത്യമറിയാനുള്ള വഴി. ഇനി ഈ യാത്രയുടെ ഏറ്റവും വൈകാരികവും ആഴത്തിലുള്ളതുമായ ആന്തരിക സത്യത്തിലേക്ക് നമുക്ക് വരാം. അദ്വൈതം. ഉപനിഷത്തുകളിലെ വളരെ ശക്തമായ ഒരു വരിയുണ്ട്. അദ്വൈതം അഥവാ രണ്ടല്ല ഒന്നാണ് എന്നർത്ഥം വരുന്ന അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ തന്നെയാണ് പ്രപഞ്ചം. എത്ര ഗാംഭീര്യമുള്ള വാക്കുകളാണല്ലേ അത്! നാം പരസ്പരം വേറിട്ടവരാണെന്ന തോന്നലിനെ ഇത് ഇല്ലാതാക്കുന്നു. നമ്മൾ ഈ ലോകത്ത് ഭയന്ന് ജീവിക്കേണ്ട വെറുമൊരു അടിമയോ ദാസനോ അല്ല, മറിച്ച് ഈ അനന്തമായ പ്രപഞ്ചത്തിൻ്റെ തന്നെ അവിഭാജ്യമായ ഒരു മിന്നലൊളിയാണ് എന്ന വലിയ സത്യം ഇത് നമ്മെ വൈകാരികമായി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ തത്വമസി, അത് നീയാകുന്നു, നിനക്കുള്ളിലെ ചൈതന്യവും ദൈവികതയും ഒന്നു തന്നെയാണ് എന്നാണ് ഇതിനർത്ഥം. ഓരോ വ്യക്തിയുടെ ഉള്ളിലുമുള്ള ജീവചൈതന്യം ഒന്നാണെന്നായി അതിമനോഹരമായ തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിലുള്ള സകല വിവേചനങ്ങളെയും തച്ചുടയ്ക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണെന്ന് തോന്നാമെങ്കിലും ആത്യന്തികമായി ആ ബോധം ഒന്നു തന്നെയാണെന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മഹത്തായ പുരാതന നാഗരികത മനുഷ്യരാശിക്ക് നൽകിയ അമൂല്യമായ സംഭാവനകൾ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് കാണാം. ഗണിതശാസ്ത്രത്തെ മാറ്റിമറിച്ച പൂജ്യം എന്ന ആശയം, മനസ്സിന്റെ സമാധാനത്തിനായുള്ള യോഗ, ആയുർവേദം എന്ന സമഗ്ര ചികിത്സാരീതി, ഇതിനെല്ലാം ഉപരി മതത്തിന്റെയോ ദൈവത്തിന്റെയോ പേരിൽ ഒരു യുദ്ധം പോലുമില്ലാത്ത 10,000 വർഷത്തെ സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ പൈതൃകം. നമ്മുടെ ചരിത്രം ശരിക്കും മഹത്തരമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എൻ്റെ ചോദ്യം ഇതാണ്: കേവലം പുറമേയുള്ള ചില ആചാരങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ശാശ്വതമായ പ്രപഞ്ച സത്യം കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ? നമ്മുടെ വേരുകളെക്കുറിച്ചും ഈ മഹത്തായ പൈതൃകത്തെക്കുറിച്ചും നമുക്ക് അഭിമാനിക്കാം. സമാധാനവും സത്യവും പുറത്തെവിടെയോ അന്വേഷിക്കുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തെ തൊട്ടു നിർത്താൻ ഈ പുരാതന ജ്ഞാനം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ആത്മീയ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. നന്ദി. Then who created the word Hindu? Sanatana Dharma, an eternal way of life, not merely a religion.